നമസ്കാരം, ജെയിംസ് കാരൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴഞ്ഞിക്കടവ് ഗുരുമന്ദിരത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു, ഇവിടുത്തെ ഗട്ടർ മുഖാന്തരം. ഇപ്പോൾ ഇവിടെ സമീപത്തായിട്ടൊരു ഷോപ്പുണ്ടായിരുന്നു, കടയുണ്ടായിരുന്നു. ആ കടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏതോ ഒരു വാഹനം ഇടിച്ചു കയറി ആ കടയുടെ മുൻഭാഗം നശിപ്പിച്ച അവസ്ഥയിലാണ് കാണുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? പേരെന്താണ്? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? രാത്രി 10:15. അപ്പോൾ നമ്മളാരും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ കട അടച്ചിട്ട് അവിടെ പോയി വീട്ടിൽ ചെന്നതേ ഉള്ളൂ. രാവിലെ 10:15, രാത്രി 10:15? രാത്രി 10:15. അവരിവിടുന്ന് ആൾക്കാർ വിളിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു. വണ്ടിക്കാർ നിർത്താതെ പോയായിരുന്നു. അവരിന്ന് വന്നിട്ട് കട്ടർ ഒഴിച്ചതാ, അങ്ങനെ പറ്റിപ്പോയാണെന്ന് പറഞ്ഞു. അവർ ശരിയായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കട്ടറിൻ്റെ അവസ്ഥയിൽ കട്ടർ ഒഴിച്ചതാണെന്നാണ് ആ വണ്ടിക്കാർ പറഞ്ഞത്. വണ്ടിക്കാരായാലും രാവിലെ വന്ന് സംസാരിച്ചു, അത് നോക്കിക്കാണാമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ റോഡിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇത് പഴഞ്ഞിക്കടവ് ഗുരുമന്ദിരത്തിൻ്റെ ഭാഗമാണ് നിൽക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലുള്ള റോഡ് ഗ്യാരണ്ടി റോഡാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു കാരണവശാലും ഗ്യാരണ്ടി എന്താണ് കൊടുക്കുന്നത്? മനുഷ്യൻ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗ്യാരണ്ടി. മനുഷ്യൻ്റെ ജീവന് പോലും ആപത്തുണ്ടാകുന്ന ഈ അനുഭവം സാധാരണക്കാരനൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ കാരണം വീട്ടിൽ കിടന്നുറങ്ങുന്നതന്നെ ജീവൻ പോലും അപഹരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തോ ഈ ഭരണസമിതിയോ ഗവൺമെൻറ്റോ എന്തെങ്കിലും നിയമം വെച്ച് ഇവിടെ എന്തെങ്കിലും സഹായം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ആണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിൻ്റെ ഫലമായി യാതൊരു റിപ്ലൈയും ഉണ്ടായില്ല. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു വണ്ടിയാണ് പോകുന്നത്. അവർ തന്നെ പോകുന്നതാണ്, അവർ തുഴഞ്ഞാണ് പോകുന്നത്. ഏതായാലും ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്കോ, ഈ നാട്ടിലെ മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് എളുപ്പവഴി പോകാൻ പോകുന്ന ഒരു വഴിയാണിത്. പത്തനാപുരം കൊട്ടാരക്കര റൂട്ടാണിത്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും മോചനം നൽകുവാൻ മന്ത്രിക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ കഴിയുമാറാണോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജെയിംസ് കാരൂർ. ഓക്കെ, താങ്ക് യു.